യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട്. ബദർ ആൺകുട്ടികളുടെ ചരിത്രമാണ്, ബദർ വീരന്മാരുടെ ചരിത്രമാണ്, ബദർ ശൂരന്മാരുടെ ചരിത്രമാണ്, ബദർ പോരാളികളുടെ ചരിത്രമാണ്, ബദർ വിപ്ലവകാരികളുടെ ചരിത്രമാണ്, ബദർ നായകന്മാരുടെ ചരിത്രമാണ്, ബദർ ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ്, ബദർ അടിക്കുന്നവരുടെ ചരിത്രമാണ്, ബദർ കൊല്ലുന്നവരുടെ ചരിത്രമാണ്, ബദർ ചോര നന്മയ്ക്ക് വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ്, ബദർ നന്മയ്ക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ്, ബദർ നന്മയുടെ പ്രഭവ കേന്ദ്രമാണ്, ബദർ തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ്, ബദർ വെളിച്ചത്തിന്റെ പ്രളയമാണ്, ബദർ ചൈതന്യത്തിന്റെ പ്രകർഷമാണ്, ബദർ നീതിയുടെ കേന്ദ്രമാണ്, ബദർ അനീതിയുടെ കണ്ട കോടാലിയാണ്, ബദർ ക്രമത്തിന്റെ നാദമാണ്, ബദർ അക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ്, ബദർ അരാജകത്വത്തിന്റെ എതിർപ്പാണ്, ബദർ മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ്. ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ 3 വില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശ്രിക്കിന്റെ 3 അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു. അലി റളിയല്ലാഹു അൻഹു തന്റെ ആയുധം ഊരിയെടുക്കുന്നു, ഒറ്റവെട്ടുകൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി. അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ പഴമൊഴി അലി റളിയല്ലാഹു അൻഹു സാർത്ഥകമാക്കുകയാണ്. ലാ ഫതൻ ഇല്ലാ അലി, അലിയെ കൂടാതെ ഒരു യുവാവില്ല. വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ, ദുൽഫുഖാർ അല്ലാതെ ഒരു വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു. അലിയാണ് ധീരൻ, അലിയുടെ വാളാണ് യഥാർത്ഥ വാള്. അത് ആ പ്രഖ്യാപനത്തെ